ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിൽ നിന്നും ഒഴിവാകാൻ രഞ്ജിത്ത് നീക്കം നടത്തിയതിൽ SITയുടെ കൂടുതൽ അന്വേഷണം. രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന സംശയത്തിൽ നടൻ ബോബി കുര്യൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൃത്യം നടന്ന കാരവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് വക്കാലത്തൊഴിഞ്ഞു. യുവനടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത്. എന്നാൽ രഞ്ജിത്തിന്റെ അറസ്റ്റിനുള്ള നീക്കം നടത്തിയ ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ളൊരു ശ്രമം സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ പോലീസിന്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതായത് ഈ ഒപ്പമുണ്ടായിരുന്നവർ, പ്രത്യേകിച്ചും ബോബി കുര്യൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ ശാലിനി ആണെങ്കിലും, ബോബി കുര്യൻ നടനാണ്, ശാലിനി അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അവർ ചില സഹായങ്ങൾ രഞ്ജിത്തിന് നൽകിയെന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം SIT നടത്തുന്നത്. ഹാർബറിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ഇതിലേക്ക് ചുമത്തും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരാളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്നത് സംബന്ധിച്ചുള്ള വകുപ്പാണത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കാരവാനാണ്. ഈ ലൈംഗിക അതിക്രമം നടന്നതായി പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഇടം കാരവാനാണ്. ആ കാരവാൻ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കാരവാന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആ സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ പേരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള ശ്രമവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് സംവിധായകൻ രഞ്ജിത്ത്. കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. കസ്റ്റഡിയിൽ വാങ്ങി ഈ കാരവാൻ ഉള്ള സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്ന ചില സൂചനകൾ. യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.